ഇവിടുന്ന് ഒരു 3യും ആൻഡ് ഇവിടുന്ന് 0യും ഓക്കെ. ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ ഇവിടെ ഒരു 4ന്റെ മേളിലോട്ട് പോകാനേ പാടില്ല. നമ്മൾ അതിനെ 4 ഓർ 4 റെഡ്യൂസ് ചെയ്തുകൊണ്ട് വരിക. ഹായ്, ഈ വർഷം നമ്മുടെ SBIയുടെ നോട്ടിഫിക്കേഷൻ, ക്ലർക്കിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾ എല്ലാവരും അറിഞ്ഞാണ്. അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ്റെ ഡേറ്റ് റീസെൻ്റ്ലി നമുക്ക് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ്റെ ഡേറ്റ് നമുക്കിപ്പം കഴിഞ്ഞ് ജസ്റ്റ് ഒരു ഫ്യൂ ഡേയ്സ് ആയതേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഇതിൽ വന്ന വേക്കൻസി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ സാധാരണ SBIയുടെ ക്ലർക്ക് വിളിക്കുന്ന ഒരു 8,000 വേക്കൻസിക്കാണ് വിളിക്കുന്നത്. പക്ഷേ ഈ വർഷം അത് വിളിച്ചേക്കുന്ന ഓൾമോസ്റ്റ് 14,000+ വേക്കൻസിക്കാണ് വിളിച്ചേക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ഇങ്ങനെ പറയാം, ദാറ്റ് 1.75 ടൈംസ് പ്ലസ് നമുക്ക് വേക്കൻസിക്കാണ്, ലൈക്ക് 1.25 ഇരട്ടി കൂടുതൽ വേക്കൻസിക്കാണ് ഈ വർഷം വിളിച്ചിരിക്കുന്നതെന്ന് പറയാം. സോ അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ബിക്കോസ് ഈ ഒരുപാട് പേര് ഈ വർഷം SBIയുടെ എക്സാംസ് വരത്തില്ല, വിളിക്കാൻ ഒരുപാട് ലേറ്റായി, സാധാരണ വിളിക്കുന്നതിനേക്കാൾ ഒരുപാട് സമയം കഴിഞ്ഞു, സോ ഈ വർഷം ഇനി വരാൻ സാധ്യതയില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന് ഒരുപാട് പേര് ഈവൻ വേറെ എക്സാംസ് ലൈക്ക് റെയിൽവേ എക്സാംസ് അല്ലെങ്കിൽ SSC എക്സാംസ് ഒക്കെ നോക്കി തുടങ്ങിയായിരുന്നു. അപ്പോൾ ഓൾറെഡി ഈ ഒരു SBIയുടെ എക്സാംസ് അല്ലെങ്കിൽ ഈ ഒരു എക്സാംസ് വരും എന്നുള്ള ഒരു ഇതിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നവർക്കാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ബിക്കോസ് അവർക്ക് ഇനി എന്ത് ചെയ്താൽ മതി, ഓൾറെഡി കുറേ എക്സാംസ് നിങ്ങൾ എഴുതി കഴിഞ്ഞു, അതേ സെയിം പാറ്റേണിൽ തന്നെ വരുന്നൊരു എക്സാമാണ് SBIയുടെ ക്ലർക്ക്. ഈവൻ SBIയുടെ PO എന്ന് പറയുന്നത് SBIയുടെ POയുടെ വേക്കൻസീസ് കുറവാണെങ്കിലും നമുക്ക് ഈ പറഞ്ഞ അഗെയിൻ എക്സാമിൻ്റെ പാറ്റേൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെയിം ആണ്. ക്വസ്റ്റിൻ്റെ ഡിഫിക്കൽട്ടി ലെവലിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു എക്സാംസ് ഇനി SBIയുടെ ക്ലർക്കിൻ്റെ എക്സാം ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു SBIയുടെ ക്ലർക്കിൻ്റെ എക്സാം വരാൻ പോകുന്നത് നമുക്ക് ഫെബ്രുവരിയിലായിരിക്കും നടക്കാൻ പോകുന്നത്. അപ്പോൾ എക്സാക്ട് ഡേറ്റ്സ് വന്നിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഫെബ്രുവരി മേ ബി ഒരു എന്താ പറയുക 2nd to 3rd വീക്ക് ആ ഒരു സമയത്ത് ഉണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ഇനി ഒരു 30 to maybe മാക്സിമം ഒരു 40 ഡേയ്സ്, 40 ദിവസം നമുക്ക് മിനിമം ഒരു 30 ഡേയ്സ് ആൻഡ് അപ് ടു മാക്സിമം ഒരു 40 ഡേയ്സ് ആണ് നമുക്ക് കിട്ടുന്നത് ഈ ഒരു SBIയുടെ ഇനി പ്രിപ്പയർ ചെയ്യാൻ, ലൈക്ക് നമ്മുടെ ആ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടി എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു വീഡിയോ മെയിൻലി തന്നെ ഇപ്പം പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവരെക്കാളും കൂടുതൽ ഓൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയാണ്. ബിക്കോസ് ഇനിയുള്ള ഒരു 30 to 40 ഡേയ്സ് എങ്ങനെ നമുക്ക് ഈ ഒരു ടൈമിനെ നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യാം, എങ്ങനെ ഇനിയുള്ള ഈ ദിവസങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്യാം, നമ്മുടെ മോക്ക് ടെസ്റ്റുകൾ എങ്ങനെ പ്ലാൻ ചെയ്യാം, നമ്മുടെ വീക്ക് ആയിട്ടുള്ള ഏരിയാസ് എങ്ങനെ പ്ലാൻ ചെയ്യാം, നമുക്ക് സ്ട്രോങ് ആയിട്ട് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യേണ്ട ഏരിയാസിനെ എങ്ങനെ ഫോക്കസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നത് ഈ ഒരു SBI 2024-2025 ക്ലർക്കിൻ്റെ ഒരു കംപ്ലീറ്റ് സ്റ്റഡി പ്ലാനർ എങ്ങനെ വേണം ഇനി ഒരു 30 to 40 ഡേയ്സ് നമ്മൾ കൊണ്ടുപോകാൻ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ SBIയുടെ ക്ലർക്കിൻ്റെ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞത് 7th Jan ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ വേക്കൻസീസ് നോക്കുകയാണെങ്കിൽ 14,191 വേക്കൻസിക്കാണ് വിളിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് ഒരു 1.75 into ലൈക്ക് 1.7 ടൈംസ് പ്ലസ് വേക്കൻസിക്കാണ് വിളിച്ചേക്കുന്നത് നമുക്ക് പറയുന്നത്. ഞാൻ സാധാരണ SBI വിളിക്കുന്ന ക്ലർക്കിന് വിളിക്കുന്ന ഒരു വേക്കൻസിയുടെ കൗണ്ട് ഉണ്ട്. 8,000 വേക്കൻസിക്കാണ് SBI എല്ലാ തവണയും വിളിക്കുന്നത്. പക്ഷെ അതിൻ്റെ 1.25 ഇരട്ടി പ്ലസ് വേക്കൻസിക്കാണ് ഈ വർഷം വിളിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്, ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ ആണ്, ലൈക്ക് ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ആണ്. അതുപോലെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 20 തൊട്ട് 28 വയസ്സ് വരെയാണ് നമുക്ക് അവിടെ ക്ലർക്കിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത്. അതും നമുക്ക് നോക്കുന്നത് ഈ ഒരു ഡേറ്റ് വെച്ചാണ് നോക്കുന്നതെന്നാണ് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഈ ഒരു എക്സാമിൻ്റെ ഡേറ്റ്, നമുക്ക് എക്സാം നടക്കാൻ പോകുന്ന February 2025 ആണ് നമുക്ക് പറയുന്ന എക്സാം ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഓൾമോസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇപ്പം നമുക്ക് Jan, അപ്പോൾ February എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 2nd week 3rd week എന്ന ആംഗിൾ എടുത്താലും നമുക്ക് ഓൾമോസ്റ്റ് ഒരു 30 ഡേയ്സ് ആയിരിക്കും കിട്ടുന്നത്. ആൻഡ് മാക്സിമം മേ ബി കുറച്ചുകൂടെ ഒന്ന് ഡിലേ ആയാലും പോലും നമുക്കൊരു 40 ഡേയ്സ് ആയിരിക്കും നമുക്ക് ആ ഒരു എക്സാമിന് വേണ്ടി നമുക്ക് പ്രിപ്പറേഷന് വേണ്ടി ഇനി കിട്ടുന്നത്. ലൈക്ക് പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഒരു ലാസ്റ്റ് സ്റ്റേജ് ഓഫ് പ്രിപ്പറേഷൻ ആണ്. ഇപ്പം തൊട്ട് പഠിച്ച് തുടങ്ങാം എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും ഇപ്പം തൊട്ട് പഠിച്ച് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് അതിനെ പ്രോപ്പർലി ഫോക്കസ് ചെയ്യാനോ കംപ്ലീറ്റ് ആയിട്ട് തീർക്കാനോ ഒരിക്കലും പറ്റുമെന്ന് പറയത്തില്ല. നമുക്ക് ഇനി ഇപ്പം ഓൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നവർക്ക് എങ്ങനെയാണ് ഈ ഒരു 30 to 40 ഡേയ്സ് ഇനിയുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാം, ലൈക്ക് ഒരു ഈവൻ ഒരു 50 to 60% പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ പോലും എങ്ങനെ ഇനി മുമ്പോട്ടുള്ള ദിവസം ഫോക്കസ് ചെയ്യാം എന്നുള്ളത് കൂടിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി എക്സാമിൻ്റെ പാറ്റേൺ ഒക്കെ നിങ്ങൾക്ക് അറിയാം. SBI ക്ലർക്ക് ആയാലും SBI PO ആണെങ്കിലും രണ്ടിൻ്റെയും എക്സാം പാറ്റേൺ വരുന്ന ക്ലർക്ക് പ്രിലിംസിൻ്റെ എക്സാം പാറ്റേൺ വരുന്നത് സെയിം ആണ്. നമുക്ക് ഇംഗ്ലീഷ്, ന്യൂമറിക്കൽ എബിലിറ്റി, റീസണിംഗ് ആണ് വരുന്നത്. ഇംഗ്ലീഷ് 30, അതുപോലെ തന്നെ ന്യൂമറിക്കൽ എബിലിറ്റി വരുന്ന സമയത്ത് നമുക്കവിടെ 35ഉം റീസണിംഗ് വരുമ്പോൾ നമുക്ക് 35 ആണ് വരുന്നത്. പക്ഷേ ഈ വട്ടം നമ്മുടെ PO വരുമ്പോഴത്തേക്കും അവിടെ നമുക്ക് ആ ഒരു എക്സാമിൻ്റെ പാറ്റേണിൽ ക്വസ്റ്റിൻ്റെ കൗണ്ടിൽ ചെറിയൊരു വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അത് നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് അവിടുത്തെ മാർക്ക് വരുമ്പോഴും ഓരോ ക്വസ്റ്റ്യൻ ക്യാരി ചെയ്യുന്ന 1 മാർക്ക് വെച്ചാണ് നമുക്ക് വരുന്ന ടൈം എന്ന് പറയുന്നത്. നമുക്ക് സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്. 20 മിനിറ്റ് ആണ് നമുക്ക് വരുന്ന സെക്ഷണൽ ടൈമിംഗ് എന്ന് പറയുന്നത്. 20 മിനിറ്റ്സ് ആണ് നമുക്ക് വരുന്ന സെക്ഷണൽ ടൈമിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ 3 ഏരിയയ്ക്ക് നമുക്ക് 1 hourൻ്റെ ടൈമിംഗ് ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ വട്ടത്തെ SBI POയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. POയുടെ നോട്ടിഫിക്കേഷനിൽ നമുക്ക് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഈ വട്ടം ക്വസ്റ്റിൻ്റെ കൗണ്ടിൽ നമുക്ക് അവിടെ ചെറിയ നമ്പേഴ്സിൽ വ്യത്യാസം വരുന്നുണ്ട്. ലൈക്ക് നമ്മുടെ ഒരു 35 എന്നുള്ള പാറ്റേൺ മാറി. ഇപ്പോഴും 100 ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷേ അവിടെ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അത് നമുക്ക് SBIയുടെ POയുടെ വീഡിയോ വരുമ്പോൾ അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഫോക്കസ് ചെയ്യാം. ബട്ട് അഗെയിൻ നമ്മുടെ ഈ പറയുന്ന ഏരിയാസ് എന്തൊക്കെ തന്നെയാണ് സെയിം ആണ്.
ആണ്. ക്വസ്റ്റിൻ്റെ കൗണ്ടിൽ ചെറിയൊരു 5 അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങൾ മാത്രമേ വന്നുള്ളൂ. 5 കുറച്ചിട്ടുണ്ട്, ആ 5 വേറെ എവിടെയെങ്കിലും കൂട്ടിയിട്ടുണ്ട്. ആ ഒരു രീതിയിലുള്ള ഡിഫറൻസ് മാത്രമാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം ആ ഒരു SBIയുടെ പിയുടെ വീഡിയോ വരുന്ന സമയത്ത്. ഇനി ഓരോ ക്വസ്റ്റ്യൻസും നമുക്ക് നേരത്തെ പറഞ്ഞ 1 മാർക്കാണ് കിട്ടുന്നെങ്കിൽ പോലും നമുക്കിവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത് 0.25 ആണ് നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മെയിൻസ് വരുമ്പോഴത്തേക്കും SBI ക്ലർക്കിൻ്റെ മെയിൻസിൻ്റെ പാറ്റേൺ ആണ് ഇത്. അപ്പോൾ മെയിൻസിൻ്റെ പാറ്റേണിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമുക്ക് യൂഷ്വലി പഠിക്കാനുള്ള 3 ഏരിയ കൂടാതെ തന്നെ നമുക്ക് ജനറൽ ഫിനാൻഷ്യൽ അവയർനെസ് ആ ഒരു ഏരിയ, കറണ്ട് അഫയേഴ്സ് അത് നമുക്ക് എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മെയിൻലി ഇപ്പം പ്രിലിംസിൻ്റെ എക്സാം ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഇനി ഓൾറെഡി നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഏരിയാസ് എന്തൊക്കെയാണ് ഇതിൻ്റെ സിലബസ് എന്നുള്ളത് നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ സിലബസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ആർക്കെങ്കിലും സിലബസ് പ്രോപ്പർലി ലിസ്റ്റഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ സിലബസ്, ആൻഡ് ഇതാണ് നമ്മുടെ റീസണിങ്ങിൻ്റെ സിലബസ് എന്ന് പറയുന്നത്, ആൻഡ് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ സിലബസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, ഓൾറെഡി നിങ്ങൾ കുറേ എക്സാംസ് എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്നത്തെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ആ ഒരു ഇനിയുള്ള 30 to 40 ഡേയ്സ് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനിയുള്ള 30 to 40 ഡേയ്സിൽ നമുക്ക് ഡെഫിനറ്റ്ലി നമ്മുടെ ആ ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്യണം. അപ്പോൾ ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് ആ കട്ട് ഓഫ് ഏകദേശം എത്രത്തോളം വരും അല്ലെങ്കിൽ എത്രത്തോളമാണ് വന്നിട്ടുള്ളതെന്ന് നമ്മൾ അറിയണം. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ SBIയുടെ ക്ലർക്കിൻ്റെ ആ ഒരു ഇതിന് പ്രീവിയസ് ഇയർ കട്ട് ഓഫ്സ് നമ്മളൊന്ന് ചെക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 2023 ലാസ്റ്റിൽ നമുക്ക് കേരളത്തിൻ്റെ കട്ട് ഓഫ് വന്നത് 76.25 ആണ്. 2022 68, അടുത്ത ബാക്കിലോട്ട് പോകുകയാണെങ്കിൽ 69, 78, 69. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും മോസ്റ്റ്ലി ആ ഒരു റേഞ്ച് നിന്നിട്ടുള്ളത് 69 റേഞ്ചിലാണ് മോസ്റ്റ്ലി നമുക്ക് നിന്നിട്ടുള്ളത്. പിന്നെ 2 വട്ടമാണ് നമുക്കത് 78ഉം 77 അല്ലെങ്കിൽ 76 റേഞ്ചിലേക്ക് പോയിട്ടുള്ളത്. ആ കട്ട് ഓഫ് കേരളത്തിൻ്റെ കട്ട് ഓഫ് പോയിട്ടുള്ളത്. അപ്പോൾ ഈ വട്ടം നമുക്ക് അഗൈൻ വേക്കൻസീസ് കുറച്ചുകൂടി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ഓഫ് ഈ പറയുന്ന ഒരു റേഞ്ചിൻ്റെ ഇടയ്ക്ക് നിൽക്കും, ലൈക്ക് ഒരുപാട് കുറയ്ക്കാതെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു 69ഉം ഈ പറഞ്ഞ 78ൻ്റെ ഇടയ്ക്ക് നിൽക്കും എന്നുള്ള ഒരു ആംഗിളിൽ നമുക്ക് വിശ്വസിക്കാം. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ആ ഒരു ടാർഗറ്റ് സ്കോർ കുറയ്ക്കാൻ പാടില്ല. ബിക്കോസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമുക്കൊരു ടാർഗറ്റ് ഉണ്ടായിരിക്കണം, നമ്മൾ എത്ര സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 78 ആണ്. അപ്പോൾ 78, 77. അപ്പം നമ്മളുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഒരു 80+ ആയിരിക്കണം നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. 80+ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കോർ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് 80-85+ വരുന്ന റേഞ്ചിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. അത് എത്ര മോക്ക് ചെയ്യുമ്പോഴാണോ നമുക്ക് അങ്ങനെ സംഭവിക്കുന്നത് അത്രയും മോക്ക് ചെയ്യണം. ഏതെങ്കിലും ഒരു മോക്കിൽ നമുക്ക് 85 അല്ലെങ്കിൽ 80 കിട്ടിയാൽ പോരാ, വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് മോർ ദാൻ 10 മോക്സിൽ നമുക്ക് ഈ പറയുന്ന കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ എന്ത് കിട്ടണം, 80+ കിട്ടണം. ആ ഒരു 85+ലേക്ക് നമ്മൾ അതിനെ കൊണ്ടുപോകാൻ നോക്കണം. 80+ വരികയും വേണം, ആൻഡ് അത് പതുക്കെ നമുക്ക് 85+ലേക്ക് കൊണ്ടുപോകാൻ വേണം. ബിക്കോസ് നമുക്ക് എക്സാം സമയത്ത് ഒരു ഡൗട്ട് വരാനേ പാടില്ല, ക്ലിയർ ആവുക, അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞിട്ട് ഒരു ഡൗട്ട് വരാനേ പാടില്ല, ക്ലിയർ ആവുക. നമുക്ക് ഡയറക്റ്റ്ലി ആ ഒരു SBI ക്ലർക്കിൻ്റെ പ്രിലിംസ് കഴിഞ്ഞ് ഈവനിങ് വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, മെയിൻസിന് നമ്മുടെ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റണം. ഓൾറെഡി നിങ്ങൾ മെയിൻസ് പഠിച്ചിട്ടുണ്ടായിരിക്കും, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആ മെയിൻസിൻ്റെ പ്രിപ്പറേഷൻ പിന്നെ അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യണം, ക്ലിയർ ആവുമോ എന്നൊരു ഡൗട്ട് വരാനേ പാടില്ല. അപ്പോൾ നമ്മുടെ വേറെ തമിഴ്നാടും അതുപോലെ കർണാടക സ്റ്റേറ്റിൻ്റെ കട്ട് ഓഫ്സിന് മുമ്പുള്ള കട്ട് ഓഫ്സ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും കർണാടക തമിഴ്നാട്ടിൽ നിന്ന് എക്സാം എഴുതുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ആ ഒരു കട്ട് ഓഫിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ആ ഒരു കട്ട് ഓഫ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ആ ടാർഗറ്റ് എത്ര കീപ്പ് ചെയ്യണം, ലൈക്ക് ഒരു 80+ ആയിരിക്കണം നിങ്ങളുടെ ഏറ്റവും മിനിമം ടാർഗറ്റ്, ആൻഡ് 85+ ആയിരിക്കണം നിങ്ങളുടെ ഏറ്റവും സേഫ് ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ അത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടിലേക്ക് വരാം, നമ്മുടെ സ്റ്റഡി പ്ലാൻ. അപ്പോൾ ഇനിയുള്ള 30 to 40 ഡേയ്സ് നമ്മൾ എങ്ങനെ എന്തൊക്കെ ഫോക്കസ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ ഡെഫിനറ്റ്ലി നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഫുൾ മോക്ക് ടെസ്റ്റ് ചെയ്തു പോകണം. അത് ഒന്നിൽ കൂടുതൽ പ്ലാറ്റ്ഫോംസിൽ ചെയ്തു പോകണം, ആൻഡ് ഡെയിലി ചെയ്തു പോകണം, ആൻഡ് ഒന്നിൽ കൂടുതൽ മോക്ക് ചെയ്തു പോകണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മൾ ഒന്നിൽ കൂടുതൽ മോക്ക് ചെയ്യണം, ഒന്നിൽ കൂടുതൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് ചെയ്യണം. ഒരു പ്ലാറ്റ്ഫോം മാത്രം യൂസ് ചെയ്യില്ല, ഒന്നിൽ കൂടുതൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് ചെയ്യണം, ആൻഡ് അത് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി ചെയ്തു പോകണം. ആൻഡ് അതിൻ്റെ മാർക്ക് നമ്മൾ കറക്റ്റായിട്ട് റെക്കോർഡ് കീപ്പ് ചെയ്യും വേണം. അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി അപ്പോൾ മോക്ക് ടെസ്റ്റ് കൂടാതെ പിന്നെ വേറെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? എല്ലാവർക്കും അറിയാം മോക്ക് ടെസ്റ്റ് ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷേ ഇത് കൂടാതെ എന്തൊക്കെ ചെയ്യണം? സോ ഇത് കൂടാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ DI എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൻ്റെ പ്രാക്ടീസ്, വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡെയിലി പ്രാക്ടീസ്. എന്തുകൊണ്ട്? നമ്മുടെ SBIയുടെ ക്ലർക്ക് ആണെങ്കിൽ നമുക്ക് DI നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 5 തൊട്ട് 10 ക്വസ്റ്റ്യൻ നമുക്ക് DI നിന്ന് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ SBIയുടെ PO ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന 15 തൊട്ട് 18 ക്വസ്റ്റ്യൻ നമുക്ക് ഈ പറയുന്ന നമ്മുടെ ആ ഒരു എക്സാമിൽ പ്രിലിംസ് എക്സാമിൽ നമുക്ക് വരാൻ സാധ്യതയുണ്ട്.
അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സാമിൻ്റെ നല്ലൊരു ഏരിയ കവർ ചെയ്യുന്ന ഒരു പോർഷനാണ് നമ്മുടെ DI, ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്കറിയാം, DIയുടെ ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് DI എന്നുള്ള ടോപ്പിക് ഇമ്പ്രൂവ് ചെയ്യുന്ന കൂടാതെ തന്നെ നമ്മുടെ പെർസെൻറ്റേജും റേഷ്യോയും ആവറേജും അങ്ങനെയുള്ള ഏരിയാസ് ഒക്കെ തന്നെ ഇമ്പ്രൂവ് ആകും. ബിക്കോസ് നമ്മുടെ DI എന്ന് പറയുന്നത് തന്നെ പെർസെൻറ്റേജും റേഷ്യോ ആവറേജിൻ്റെ ആപ്ലിക്കേഷൻ ടോപ്പിക് കൂടിയാണ് DI എന്ന് പറയുന്നത്. സോ ആ ഒരു ഏരിയാസ് നമുക്ക് ഇമ്പ്രൂവ് ആവും. അപ്പോൾ ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. സോ ഇത് നിങ്ങൾ ഡെയിലി ചെയ്തു പോകണം. അപ്പോൾ ഡെയിലി എങ്ങനെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഡെയിലി 5 സെറ്റ് വെച്ച് 15 മിനിറ്റ് ടൈമർ വെച്ച് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് പോകണം. ഏതൊക്കെയാണ് 5 സെറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ലൈൻ ചാർട്ട്, പൈ ചാർട്ട്, ബാർ ചാർട്ട്, അതുപോലെ തന്നെ നമ്മുടെ കേസ്ലെറ്റ്, ലൈന്, പയ്യ്, ബാർ, ടേബിൾ, കേസ്ലെറ്റ്, ഈ ഒരു 5 എണ്ണം എടുത്തിട്ട് നമ്മൾ 15 മിനിറ്റ് ടൈമർ, എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ചെയ്യാൻ 3 മിനിറ്റ് വെച്ച് 5 സെറ്റ് ചെയ്യാൻ 15 മിനിറ്റ് ടൈമർ വെച്ചായിരിക്കണം നിങ്ങളത് ചെയ്യേണ്ടത്. ആൻഡ് ബാക്കി ഒരു 15 to 20 മിനിറ്റ് അത് റിവ്യൂ ചെയ്യണം. ആൻഡ് നിങ്ങൾ ഈ പറയുന്ന 5 സെറ്റിനെ 15 മിനിറ്റിൽ ചെയ്ത് തീർക്കണം. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ 2 സെറ്റൊക്കെ തീർത്തുള്ളൂ. പക്ഷേ അതിനെ എന്ത് ചെയ്യണം, ഒരു 4-5 സെറ്റ് തീർക്കുന്ന ലെവലിലേക്ക് നിങ്ങൾ അതിനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം എല്ലാ ദിവസവും. ഇനി ഇത് കൂടാതെ വേറെ എന്താ ചെയ്യാനുള്ളത്? ഇതുകൂടാതെ അടുത്തൊരു വളരെ അധികം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസ് വരുന്ന വേറൊരു ഏരിയ ആണ് നമ്മുടെ പസിൽ ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ പസിൽ ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റൻസ് നിങ്ങൾക്കറിയാം. ഇപ്പോൾ ക്ലർക്ക് ആണെങ്കിലും PO ആണെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പസിലിൽ നിന്ന് 10 ക്വസ്റ്റൻസ് ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ 2 സെറ്റ് കാണും. ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റിൽ നിന്ന് നമുക്ക് 5 ക്വസ്റ്റൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു സെറ്റ് കാണും. എന്ന് പറഞ്ഞാൽ മൊത്തം നമുക്ക് ഇവിടെ നിന്ന് മാത്രം എത്ര ക്വസ്റ്റൻസ് ആണ്? 15 ക്വസ്റ്റ്യൻ കാണും. അപ്പോൾ നിങ്ങൾക്കറിയാം, അവിടെ PO ആണെങ്കിൽ അവിടെ നിന്ന് ഒരു 15 to 18, ഇവിടെ PO ആണെങ്കിൽ നമുക്കൊരു 15, എന്ന് പറഞ്ഞാൽ 30 ഇവിടെ തന്നെ കവർ ആവുന്നുണ്ട്. അതല്ല ക്ലർക്ക് ആണെങ്കിൽ ഇവിടെ നിന്ന് ഒരു 15, അവിടെ നിന്ന് ഒരു 5 to 10, എന്ന് പറഞ്ഞാൽ 20 to 25. ഓക്കെ, നമ്മുടെ ആ ഒരു എക്സാമിൻ്റെ ഓൾമോസ്റ്റ് 1/4 ഓഫ് ദ ഏരിയയും കവർ ചെയ്യുന്ന ഈ 3 ടോപ്പിക്ക് മാത്രമാണ് DI, നമ്മുടെ പസിൽ, സീറ്റിംഗ് അറേഞ്ച്മെന്റ്. അപ്പോൾ ഈ ഒരു ഏരിയയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഡെയിലി പ്രാക്ടീസിൽ കൊണ്ടുവരണം. എന്ന് പറഞ്ഞാൽ 3 സെറ്റ് എടുക്കുക പസിലിൻ്റെ, 2 സെറ്റ് എടുക്കുക സീറ്റിംഗ് അറേഞ്ച്മെന്റിന്റെ, ഒരു സെറ്റ് ചെയ്യാൻ 3 മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ മൊത്തം നമുക്കിപ്പോൾ 3ഉം 2ഉം 5 സെറ്റ് 15 മിനിറ്റ് ടൈമർ. നമ്മൾ നേരത്തെ ഇവിടെ DIയിൽ പറഞ്ഞ പോലെ തന്നെ 15 മിനിറ്റ് ടൈമർ വെക്കുക. അത് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് പോവാം. ഇനി ഇത് കൂടാതെ പിന്നെ നിങ്ങൾ ബാക്കി എന്തൊക്കെ ചെയ്യാം? നിങ്ങൾക്ക് ഇത് കൂടാതെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു ചെറിയ സമയം, ലൈക്ക് ഒരു 1 hour or 2 hours നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ബാക്കിയുള്ള നമ്മുടെ ഏരിയാസിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ, അഡ്വാൻസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ, നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വീക്കായിട്ട് തോന്നുന്ന ഏരിയാസ് ഉണ്ടെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യാനൊക്കെ വേണ്ടി നിങ്ങൾക്ക് മാറ്റി വെക്കാം. അപ്പോൾ അത് ആദ്യത്തെ ഒരു 20 days, ലൈക്ക് ഇപ്പം തൊട്ട് ഒരു 20 days നിങ്ങൾക്ക് ഈ പറഞ്ഞ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 1.5 to 2 hours മാറ്റി വെക്കാം. അതുപോലെ തന്നെ നമ്മുടെ റീസണിലേക്ക് വരുമ്പോഴും സെയിം 1.5 to 2 hours മാറ്റി വെക്കാം. ആൻഡ് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കൊരു 1 hour to 1.5 hours നിങ്ങൾക്ക് മാറ്റി വെക്കാം. അത് ഡെയിലി പ്രാക്ടീസ് എന്നൊരു ആംഗിളിൽ. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളൊരു പെർ ഡേ ഒരു പ്ലാനിലേക്ക് നിങ്ങൾ ഈ ഒരു പ്ലാനിങ് ചെയ്യുന്ന സമയത്ത്, ലൈക്ക് നിങ്ങൾ ഒരു ഡേ കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? 1 മോക്ക് ടെസ്റ്റ് ഉണ്ട്, 2 മോക്ക് ടെസ്റ്റ്. അതുകൂടാതെ നമ്മുടെ DIയുടെ പ്രാക്ടീസ്, പസിൽ, സീറ്റിംഗ് അറേഞ്ച്മെന്റിന്റെ പ്രാക്ടീസ്. ഇത് കൂടാതെ നമ്മുടെ 3 ഏരിയാസിന് ഒരു സെപ്പറേറ്റ് ടൈമിംഗ് വെച്ച് നമ്മൾ ഇത് ഡെയിലി കൊണ്ടുപോകാം. ഇതൊരു 20 days ഇതേപോലെ തന്നെ കൊണ്ടുപോകാം. അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും, നമ്മൾ ഈ ഒരു 20 days കൊണ്ട് ഓൾമോസ്റ്റ് നമുക്ക് ഇവിടെ കാണാം, നമുക്ക് ഏകദേശം നമ്മളൊരു 40ഓളം ഫുൾ മോക്ക് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു 20ഓളം നമ്മൾ പസിലും സീറ്റിംഗ് അറേഞ്ച്മെന്റും DIയുടെ ടോപ്പിക്സ് കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത് കൂടാതെ തന്നെ നമുക്ക് ഈ പറഞ്ഞ ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് ഒരു 15 ദിവസം കൊണ്ടൊക്കെ നമ്മൾ ചെയ്ത് തീർത്തിട്ട് ബാക്കിയുള്ള മിസ്ലിനിയസ് പിന്നെയുള്ള ഡേയ്സ് നമുക്ക് മിസ്ലേനിയസ് ടോപ്പിക്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്യാൻ യൂസ് ചെയ്യാം. റീസണിങ്ങും സെയിം ഒരു 12 to 15 ഡേയ്സിൽ നമുക്ക് ടോപ്പിക്സ് ഒക്കെ ഒന്ന് തീർത്തിട്ട് നിങ്ങൾക്ക് പിന്നെയും ലൈക്ക് ടോപ്പിക് തീർക്കുക എന്ന് പറഞ്ഞാൽ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്കിനെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ആദ്യമായിട്ട് പഠിക്കുക എന്നുള്ളതല്ല ഒരിക്കലും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് പ്രാക്ടീസ് ചെയ്ത് അതിൽ വീക്ക് ആയിട്ടുള്ള ഏരിയാസ്, അഡ്വാൻസ് ആയിട്ടുള്ള ഏരിയാസ്, സ്പെഷ്യൽ ആയിട്ടുള്ള ഏരിയാസ്, SBIയിൽ കൂടുതൽ ചോദിക്കുന്ന ഏരിയാസ്, ഇങ്ങനെയുള്ള ഏരിയാസ് ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് തീർത്തിട്ട് പിന്നെയും നിങ്ങൾക്ക് ആ ബാക്കിയുള്ള ഡേയ്സ് വീക്ക് ആയിട്ടുള്ളതോ മിസ്ലേനിയസ് ആയിട്ടുള്ള ഏരിയാസിന് വേണ്ടി യൂസ് ചെയ്യാം. സോ ആദ്യത്തെ ഒരു 20 days ഇങ്ങനെ കൊണ്ടുപോകുകയാണെങ്കിൽ അത് കഴിഞ്ഞ എക്സാമിന് മുമ്പുള്ള ഒരു 10 to 20 days, ഓക്കെ, റിമൈനിങ് 10 to 20 days നിങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന 2 മോക്ക് എന്നുള്ളത് എന്ത് ചെയ്യുക, 3 മോക്കിലേക്ക് മാറ്റുക. ഓക്കെ, 2 മോക്ക് 3 മോക്കിലേക്ക് മാറ്റുക. അടുത്തത് നമ്മുടെ ആ ഒരു പസിലും DIയും നിങ്ങൾ നിർത്താൻ പാടില്ല, നിർത്തി കഴിഞ്ഞാൽ അതിൻ്റെ സ്പീഡ് കുറയും. സോ അത് അതേപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇത് കൂടാതെ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്തായാലും ശരി, ഇതേപോലെ നിങ്ങൾക്ക് ഇൻ കേസ് വീക്കായിട്ട് തോന്നുന്നെങ്കിൽ സെക്ഷണൽ മോക്ക് ടെസ്റ്റ് ചെയ്യാം. അത് ചെയ്യുമ്പോഴായാലും ശരി, ഏതെങ്കിലുമൊക്കെ ചാപ്റ്റേഴ്സോ ഏതെങ്കിലുമൊക്കെ കൺസെപ്റ്റോ നിങ്ങൾ കുറച്ച് വീക്കായിട്ട് തോന്നുന്നു വരാം, ചിലപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസോ അല്ലെങ്കിൽ ചിലപ്പോൾ ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ റിലേറ്റീവ് സ്പീഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഒരു വീക്കായിട്ട് തോന്നുവാണെങ്കിൽ അത് നോക്കാൻ വേണ്ടിയോ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ച് സമയം അതിന് വേണ്ടി മാറ്റി വെക്കാം. ലൈക്ക് മാക്സിമം ഒരു 2 hours ഒക്കെ അതിന് വേണ്ടി മാറ്റി വെക്കാം. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അടുത്തൊരു അത് നമ്മളിത് ചെയ്തുകൊണ്ടേ ഇരിക്കുക ടിൽ നമ്മുടെ എക്സാം ഡേറ്റ് വരെ. ചിലപ്പോൾ
ചിലപ്പോൾ നമുക്ക് ഫെബ്രുവരി സെക്കൻഡ് വീക്കിലായിരിക്കും, ചിലപ്പോൾ നമുക്ക് തേർഡ് വീക്കിലായിരിക്കും, ചിലപ്പം ആദ്യത്തെ ഡേ ആയിരിക്കത്തില്ല നമ്മളുടെ, ചിലപ്പോൾ അടുത്ത വരുന്ന വീക്കിലായിരിക്കും നമ്മളുടെ. സോ നമുക്ക് എന്ന് വരെ സമയം കിട്ടുന്നു അന്ന് വരെ ഈ ഒരു കാണുന്ന പ്ലാൻ പിന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ നമ്മളൊരു 40 days എന്നൊരു ആംഗിളിൽ നമ്മൾ നോക്കിയാൽ പോലും നമുക്ക് ഈ 40 days കൊണ്ട് നിങ്ങൾ കാണാൻ പറ്റും നമുക്ക് ഈ ഒരു 100 മോക്ക് ആയിരിക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന 100 മോക്ക് ടെസ്റ്റ്, ഫുൾ മോക്ക് ടെസ്റ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ പ്ലാൻ പോലെ കൊണ്ടുപോകുകയാണെങ്കിൽ. ഇത് കൂടാതെ തന്നെ നമുക്ക് 40 നമ്മുടെ പസിൽ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ആ ഒരു സെക്ഷണൽ മോക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏകദേശം 40 നമ്മുടെ DAയുടെ ടോപ്പിക്കിനെ മോക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ പ്രാക്ടീസിന് വേണ്ടി നമ്മൾ അഡീഷണൽ സമയം കൊടുത്ത ആ സമയത്ത് നമുക്ക് എക്സ്ട്രാ ക്വസ്റ്റൻസോ അങ്ങനെയുള്ള കാര്യങ്ങളും വീക്കായിട്ടുള്ള ഏരിയസൊക്കെ തന്നെ ശരിയാക്കി എടുക്കാൻ പറ്റും. സോ ഇങ്ങനെയാണ് നിങ്ങൾ അടുത്ത ഒരു 30 to 40 days നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു പ്ലാൻ്റെ ഒരു PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ വീഡിയോയുടെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ PDF കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ PDF ഡൗൺലോഡ് ചെയ്തെടുത്ത് നിങ്ങൾക്ക് ഈ പ്ലാൻ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി ഇനി അങ്ങോട്ടുള്ള ദിവസം ഇതേപോലെ പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്നെങ്കിൽ ആ ചേഞ്ചസ് കൂടി ആഡ് ചെയ്ത്, അപ്പോൾ ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇതിലുള്ളതൊന്നും കുറയ്ക്കില്ല. ഓക്കെ, എന്തെങ്കിലും അഡീഷണൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ലൈക്ക് സെക്ഷണൽ മോക്ക് ടെസ്റ്റോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ പ്രാക്ടീസ് കൊണ്ടുപോകാം. ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഈ ഒരു പ്ലാൻ മാത്രമല്ല, നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ മോക്ക് ടെസ്റ്റ് ട്രാക്ക് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഒരുപാട് പേരും ചെയ്യാത്തൊരു കാര്യം. ഓക്കെ, മോക്ക് ടെസ്റ്റ് ട്രാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡെയിലി നമ്മൾ ചെയ്യുന്ന മോക്ക് ടെസ്റ്റിനെ നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കണം. എന്ന് ഞാൻ മോക്ക് ടെസ്റ്റ് കഴിഞ്ഞു, മാർക്ക് നോക്കി റിവ്യൂ ചെയ്തു വിട്ടു, അങ്ങനെ ആയിരിക്കില്ല. നിങ്ങൾ ഒരു എക്സാം തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ഇതേപോലത്തെ ഒരു ഷീറ്റോ അല്ലെങ്കിൽ ഒരു ബുക്കോ എടുക്കുക. അതിനകത്ത് നിങ്ങളുടെ ഡെയിലി ഡേറ്റ് ഇട്ടിട്ട് നിങ്ങൾ ചെയ്യുന്ന മോക്ക് ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു നിങ്ങൾ ഒന്നേ കൂടുതൽ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. സോ ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ എഴുതുക. നിങ്ങൾ ടോട്ടൽ എത്ര മാർക്കാണ് അവിടെ കിട്ടിയത്, ആ മോക്ക് ടെസ്റ്റിൽ കിട്ടിയെന്നുള്ളത് എഴുതുക. നിങ്ങൾ എത്ര റൈറ്റ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു, നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് റോങ് അറ്റൻഡ് ചെയ്തു എന്നുള്ളത് നിങ്ങളവിടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിൽ എത്ര ക്വസ്റ്റ്യൻസ് റൈറ്റ് ആയി, എത്ര ക്വസ്റ്റ്യൻസ് റോങ് ആയി, റീസണിങ്ങിൽ എത്ര റൈറ്റ് ആയി, എത്ര റോങ് ആയി, ആൻഡ് നമ്മുടെ ഇംഗ്ലീഷിൽ എത്ര റൈറ്റ് ആയി, എത്ര റോങ് ആയി എന്നുള്ളത് കറക്റ്റായിട്ട് നോട്ട് ചെയ്യുക. ഇത് കൂടാതെ നിങ്ങൾ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ മോക്ക് ടെസ്റ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് തോന്നിയ വീക്കായിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ്, തെറ്റിയ ഏരിയാസ്, കൂടുതൽ തെറ്റിയ ഏരിയാസ് ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി നോട്ട് ചെയ്യുക. ബിക്കോസ് അത് കണ്ടിന്യൂസ്ലി അതങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ടോപ്പിക്സിന് എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രാക്ടീസ് എന്ന് പറഞ്ഞ ഏരിയയിലേക്കോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു ടൈം വെച്ച് ആ ഏരിയാസ് മാത്രം ഒന്നുകൂടി നല്ലപോലെ റിവൈസ് ചെയ്യണം, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യണം, അത് ശരിയാക്കി എടുക്കണം, അത് റിപ്പീറ്റ് ആവുന്നുണ്ടെങ്കിൽ. സോ ഈ ഒരു പാറ്റേൺ കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്യണം. അപ്പോൾ നമുക്ക് ക്ലിയർലി നമ്മുടെ സ്കോർ കൂടി വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് മനസ്സിലാകും. നമ്മുടെ റൈറ്റ് ആൻസേഴ്സ് കൂടുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാകും. നമ്മുടെ ഈ റോങ് എന്നുള്ളത് മാക്സിമം റെഡ്യൂസ് ചെയ്ത് 0ലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റണം. സോ അത് നമുക്ക് കുറയുന്നുണ്ടോ അതോ ഇനി അറിയാതെ കൂടുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മുടെ ഓരോ സെക്ഷനിലും ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് എവിടെ നിന്നായിരിക്കും വരുന്നത്, നമ്മുടെ ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡോ റീസണിങ്ങോ ഇംഗ്ലീഷിലോ വരുന്ന പ്രശ്നം കാരണമായിരിക്കും അതിവിടെ ഇഷ്യൂ വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അത് എല്ലാത്തിലുള്ള ഒരു ഇഷ്യൂ ആയിരിക്കത്തില്ല, ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലുള്ള ഒരു പ്രശ്നം കാരണമായിരിക്കും ഇവിടുത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഏത് ഏരിയയിലാണ് ആ പ്രശ്നം വരുന്നത് എന്നുള്ളത് മനസ്സിലാവണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു സെപ്പറേറ്റ് ട്രാക്കർ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിങ്ങളുടെ സ്കോർ എത്ര റൈറ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തു ആൻഡ് ഇവിടുത്തെ റോങ് നിങ്ങൾ വിത്ത് ടൈം എന്ത് ചെയ്യണം, ഇതിങ്ങനെ കുറച്ച് കൊണ്ടുവന്ന് നിങ്ങളത് 0 ആക്കി എടുക്കണം. ബിക്കോസ് നിങ്ങൾക്കറിയാം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആൻസർ കിട്ടിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്, അവിടെ തെറ്റേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടുത്തെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, 0 ആയിരിക്കണം. അതുപോലെ റീസണിലേക്ക് വരുമ്പോഴും നമ്മുടെ ഈ പറയുന്ന റൈറ്റ് ആൻസേഴ്സ് കൂടി വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ഇവിടുത്തെ റോങ് എന്ന് പറയുന്നതും നമ്മൾ ഈ പറഞ്ഞ 0 to 1 ലെവലിലേക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഫൈനലി നമ്മുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ കുറച്ചുകൂടി നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെയും നമ്മുടെ ഈ പറഞ്ഞ സ്കോർ കൂടുന്നുണ്ട്. നമ്മുടെ നെഗറ്റീവ്സ് ഒരു 2 to 3 റേഞ്ചിലേക്ക് കുറഞ്ഞു കൊണ്ടുവരുന്ന രീതിയിൽ, ഈവൻ അതുപോലും വരില്ല, ബട്ട് ഈവൻ നമുക്ക് ആ ഒരു 2 to 3 ഉള്ളിൽ നിൽക്കുന്ന രീതിയിലേക്ക് നെഗറ്റീവ് വരുന്ന രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരിക. അപ്പോൾ ഓവറോൾ നമ്മുടെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഏരിയ എന്ത് ചെയ്യില്ല, ഒരു 4ന്റെ മേളിലോട്ട് പോകാനേ പാടില്ല. ലൈക്ക് ഇവിടുന്ന് ഒരു 1ഉം ഇവിടുന്ന് ഒരു 3ഉം ആൻഡ് ഇവിടുന്ന് 0യും. ഓക്കെ, ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ ഇവിടെ ഒരു 4ന്റെ മേളിലോട്ട് പോകാനേ പാടില്ല. നമ്മൾ അതിനെ 4 or 4 less than 4ലേക്ക് റെഡ്യൂസ് ചെയ്തുകൊണ്ട് വരിക. പക്ഷേ ഈ ഒരു ട്രാക്കർ വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ 100 മോക്ക് പറഞ്ഞു. അപ്പോൾ 100 മോക്ക് ഉണ്ടെങ്കിൽ ആ 100 മോക്കിൻ്റെയും ട്രാക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾ ഈ ഒരു എക്സാമിന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടോ, എവിടെയാണ് പ്രശ്നം ഉണ്ടായിരുന്നത്, അതെല്ലാം ശരിയാക്കിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ക്ലിയർലി അറിയാൻ പറ്റണം. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇനി വരുന്ന ഈ ഒരു 30 to 40 days നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒരു 30 to 40 days ഏറ്റവും നല്ലപോലെ തന്നെ യൂട്ടിലൈസ് ചെയ്യുക. ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യാതെ നമ്മൾ ഈ പറഞ്ഞ പ്ലാൻ നിങ്ങൾ 30 to 40 days വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുക. കറക്റ്റായിട്ട് ട്രാക്ക് കീപ്പ് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ട്രാക്ക് കറക്റ്റായിട്ട് കീപ്പ് ചെയ്യുക ആൻഡ് ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ നിങ്ങൾ ഈ പറഞ്ഞ ഷെഡ്യൂൾ അതേപോലെ ഫോളോ ചെയ്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, അപ്പോൾ വരുന്ന ഈ ഒരു SBIയുടെ ക്ലർക്കിൻ്റെ ആയാലും ശരി, SBIയുടെ POയുടെ എക്സാം ആയാലും ശരി, നിങ്ങൾക്ക് നല്ലപോലെ എഴുതാൻ പറ്റട്ടെ എന്ന് വിഷയുന്നു. ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇപ്പം പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവരാണ്, അടുത്ത വർഷത്തേക്കുള്ള എക്സാമിന് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ വട്ടം നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം, അടുത്ത വർഷം പ്രോപ്പർലി എഴുതാം അങ്ങനെയൊക്കെ പ്ലാൻ ഉള്ളവരാണെങ്കിൽ, അവർ ഇപ്പം
ടെസ്റ്റിനെ കുറിച്ച് അറിഞ്ഞ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവരാണെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതലൊക്കെ അറിയണമെങ്കിലോ നിങ്ങൾക്ക് ഒരു ബാച്ചിനോടൊക്കെ ജോയിൻ ചെയ്ത് അടുത്ത വർഷത്തെ വരുന്ന എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ബിക്കോസ് നിങ്ങൾക്കറിയാം അടുത്ത നമ്മുടെ ഇനി ജൂലൈ വരുമ്പോൾ തൊട്ട് ജൂലൈ 2025 തൊട്ട് നമ്മുടെ ബാങ്ക് എക്സാംസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഈ വർഷം നടന്ന എല്ലാ ബാങ്ക് എക്സാംസും വീണ്ടും ജൂലൈ തൊട്ട് നമ്മുടെ RRB ക്ലർക്ക്, RRB PO, IPS ക്ലർക്ക്, IPS PO, ബാക്കിയുള്ള ഇൻഷുറൻസ് എക്സാംസ് ഇങ്ങനെയുള്ള എല്ലാം വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. സോ അത് നിങ്ങൾക്ക് ആ സമയത്ത് നല്ലപോലെ എഴുതണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ പ്രിപ്പറേഷൻ നിങ്ങളൊരു 6 മാസമെങ്കിലും നല്ലൊരു പ്രിപ്പറേഷൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. എക്സാമിന് തൊട്ട് മുമ്പ് നമ്മളിപ്പോൾ ഈ ഒരു മാസം കൊണ്ട് ഒരിക്കലും പഠിച്ചെടുക്കാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് 6 months പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജൂലൈ തൊട്ട് അങ്ങോട്ടുള്ള വരുന്ന എല്ലാ എക്സാംസും നല്ലപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ആ പ്രിപ്പറേഷൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. സോ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ ഈ ഒരു നമ്പർ 7736122215 എന്നുള്ള ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഈ ഒരു എക്സാംസിനെ കുറിച്ചായാലും ശരി, ഈ വരാൻ പോകുന്ന എക്സാംസിനെ കുറിച്ചായാലും ശരി, ഇതിൻ്റെ പ്രിപ്പറേഷനെ കുറിച്ചായാലും ശരി, നിങ്ങൾ ബാച്ചസിനെ കുറിച്ച് ആയാലും ശരി, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞുകൊണ്ട് ആ ബാച്ചസിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഇതിനെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് വീണ്ടും ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. താങ്ക് യു.